കുംഭമേളയിൽ ആളുകൾ വരുന്നത് കണ്ട് കണ്ണ് തള്ളിയിരിക്കുകയാണ് ഇടത് ജിഹാദി ഇക്കോസിസ്റ്റം. ഇന്നലെ ലോകസഭാ അംഗമായ രാജ്യസഭാ അംഗമായ ജയാ ബച്ചൻ അല്ലേ, അമിതാഭ് ബച്ചൻ്റെ ഭാര്യ പറഞ്ഞു, ഏറ്റവും കൂടുതൽ ലോകത്തിപ്പം മലിനമായിരിക്കുന്ന ജനം ഗംഗയാണ്. എന്നാൽ ഈ സ്ത്രീ മറന്നുപോയി, ഇവരുടെ സുപ്രീമോ SP പാർട്ടിയിലാണ്, സമാജ്വാദി പാർട്ടിയിലാണ് ജയാ ബച്ചൻ ഉള്ളത്. ഇവരുടെ സുപ്രീമോ ഇന്നിപ്പോൾ ഏറ്റവും വലിയ തലവൻ അഖിലേഷ് യാദവാണ്. അഖിലേഷ് യാദവ് കുപ്പായമില്ലാതെ കഴിഞ്ഞ ദിവസം ഗംഗയിൽ കുളിച്ചു. അത് മറന്നിട്ടാണ് ഈ അന്ധമായ ഹിന്ദു വിരുദ്ധത തലയ്ക്ക് പിടിച്ച ഈ സ്ത്രീ ഗംഗയാണ് ഏറ്റവും മലിനമായ ജലമെന്ന് പറയുന്നത്. ഈ ആക്ഷേപം ഇതിനു മുമ്പും ഈ ഇടത് ജിഹാദി വക്താക്കൾ ഉന്നയിച്ചപ്പോൾ യോഗി ആദിത്യനാഥിൻ്റെ മന്ത്രിസഭ മുഴുവനും ഗംഗയിൽ മുങ്ങി. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗംഗയിൽ സ്നാനം ചെയ്തു. എന്നിട്ടും ഇവർ ഇതിനെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനും അപമാനിക്കാനും ഇന്ത്യയെ അപമാനിക്കാനും വേണ്ടി പറയുകയാണ് ഗംഗയാണ് ഏറ്റവും മലിനമായ ജലമെന്ന്. ഇതിനകത്ത് എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. പക്ഷേ അറിവുള്ളവർ അങ്ങനെയല്ല, ഗംഗ എങ്ങനെയാണ് സ്വയം മലിനമാകാതെ സംരക്ഷിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞു വച്ചിട്ടുണ്ട്. ഗംഗ ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധീകരണി ആണ് എന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. സ്വയം ശുദ്ധീകരിക്കപ്പെടും. ഇത് എങ്ങനെയാണെന്നുള്ളത് ഏറ്റവും വലിയ അമേരിക്കൻ എഴുത്തുകാരിൽ ഒരാളാണല്ലോ മാർക്ക് ട്വെയിൻ. കുട്ടികളൊക്കെ ഹക്കിൾബെറി ഫിൻ ഇതൊക്കെ വായിക്കുമല്ലോ. അപ്പൊ ടോം അങ്കിളിന്റെ ചാള, അതെ, അങ്കിൾ ടോമിന്റെ ചാള എന്ന് പറഞ്ഞിട്ട് മലയാളത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഫോളോയിങ് ദ ഇക്വേറ്റർ എന്ന് പറഞ്ഞ പുസ്തകത്തില് ഗാഞ്ചസ് ദി ഗ്രേറ്റ് പ്യൂരിഫയർ, ഗംഗ മഹത്തായ ശുദ്ധീകരണി എന്ന് പറഞ്ഞ അധ്യായത്തിൽ അദ്ദേഹം 1896 കുംഭമേളയ്ക്ക് വന്നത്, ആഗ്രയിൽ പോയത്, വാരാണസിയിൽ പോയത് ഒക്കെ വിവരിച്ചിട്ടുണ്ട്. അതിൽ നിന്നുള്ള 2 ഖണ്ഡികൾ ചെറുത് മലയാളത്തിലാക്കി ഞാൻ വായിക്കാം. അത് കഴിഞ്ഞ് അതിൻ്റെ ശാസ്ത്രം അദ്ദേഹം പറയുന്നത് പറയാം. വിസ്മയമാണ്, അപാരമാണ് വിശ്വാസ ശക്തി. കോടിക്കണക്കിന് മനുഷ്യരെ, ആബാലവൃദ്ധം ജനത്തെ മടുപ്പില്ലാതെ അവിശ്വസനീയ യാത്രകൾക്ക് പ്രേരിപ്പിക്കുന്നു കുംഭമേള. ദുരിതങ്ങൾ അവർ സഹിക്കുന്നു പരാതിയില്ലാതെ, സ്നേഹത്താലോ ഭയത്താലോ എന്നെനിക്കറിയില്ല. പ്രചോദനം എന്തുമാകട്ടെ, ഭാവനയ്ക്ക് അതീതമാണ് ഈ കാണുന്ന ദൃശ്യം. വെളുത്തുറഞ്ഞ നമുക്ക് അത് അത്ഭുതമാണ്. വെളുത്തുറഞ്ഞ എന്ന് പറഞ്ഞാൽ വെള്ളക്കാർക്ക്, സായിപ്പിന്. അത് കഴിഞ്ഞ് പറയാണ്, ആ വെള്ളം ചുണ്ടിൽ തൊടുകയും കുടിക്കുകയും ചെയ്യുന്നത് എന്നെ അമ്പരിപ്പിച്ചു. ഒരിടത്ത് ഞാൻ വിശ്രമിച്ചു. മൊത്തം ചെളിവെള്ളം, ഒരു ജഡം അതിൽ കൂടി ഒഴുകി വന്നു. 10 പടി താഴെ ആൾക്കൂട്ടം അരവെള്ളത്തിൽ. അവർ കയ്യിലെടുത്ത് കുടിച്ചു ഗംഗാജലം. വിശ്വാസം അത്ഭുത പ്രവൃത്തികൾ ചെയ്യും. ദാഹം തീർക്കാൻ വേണ്ടിയല്ല അവർ കുടിക്കുന്നത്, ആത്മാവിനെ ശുദ്ധീകരിക്കാനാണ്. ഗംഗാജലം സർവ്വതിനെയും ശുദ്ധീകരിക്കും. കലക്കവെള്ളമോ ജഡമോ അവരെ പിന്തിരിപ്പിക്കില്ല. രണ്ടിനെയും ആ പവിത്രജലം സ്പർശിച്ചു. രണ്ടും മഞ്ഞുപോലെ ശുദ്ധമായി. ഈ ഓർമ്മ എന്നും എന്നോടൊപ്പം ഉണ്ടാകും. ഇങ്ങനെ പറഞ്ഞ ശേഷം ഇദ്ദേഹം തന്നെ ആ കാലത്ത് ഒരു ശാസ്ത്രജ്ഞൻ ഇതെന്തുകൊണ്ട് ശുദ്ധം ആയിരിക്കുന്നു എന്ന് കണ്ടുപിടിച്ച കാര്യം പറയാണ്. ഇത് കഴിഞ്ഞ് ആഗ്രയിൽ പോയി. ആഗ്രയിൽ മാർക്ക് ട്വെയിൻ എത്തിയപ്പോഴേക്കും ഇതിൻ്റെ ശാസ്ത്രം ആഗ്രയിലെ ഈ ബ്രിട്ടീഷ് സർക്കാർ വകുപ്പിലെ ശാസ്ത്രജ്ഞനായ ഹെൻകൻ എന്ന് പറഞ്ഞ ആൾ കണ്ടുപിടിച്ച കാര്യം മാർക്ക് ട്വെയിൻ എഴുതുകയാണ്. ഈ ഹെൻകൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുറേ കോളിഫോം ബാക്ടീരിയയും കൊണ്ട് ഈ സ്നാനഘട്ടങ്ങളിലേക്ക് പോയി. ഗംഗയുടെ കാശിയിലെ പുള്ളി കലക്കവെള്ളത്തിൽ നിന്നൊക്കെ കോളിഫോം ബാക്ടീരിയ, കോളറ ഒക്കെ കാരണമായ അണുക്കൾ ഒക്കെ ആയിട്ട് പോയിട്ട് ഈ സ്നാനഘട്ടങ്ങളിൽ വെള്ളം എടുത്തിട്ട് ഈ കോളിഫോം ബാക്ടീരിയ അടങ്ങിയ വെള്ളം അതിലേക്ക് ഇട്ടു.
6 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ ബാക്ടീരിയകളൊക്കെ നശിച്ചുപോയി. കോളിഫോം ബാക്ടീരിയകൾ നശിച്ചുപോയി എന്ന് പറഞ്ഞാൽ വെള്ളം ശുദ്ധമായി. ഈ ഗംഗാ ജലത്തിൻ്റെ സ്പർശം കൊണ്ട് കലക്ക വെള്ളത്തിൽ നിന്നുള്ള ഈ സംഗതിയൊക്കെ അവിടെയാണ് പറയുന്നത് മാർക്ക് ട്വെയിൻ ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധീകരണിയാണ് ഗംഗ. ബനാറസിൽ കോളറ ഉണ്ടെങ്കിലും അത് അതിർത്തിക്കപ്പുറം പോവില്ല. കാരണം ഗംഗ അതിനെ ശുദ്ധീകരിച്ച് അങ്ങ് വിടുകയാണ്. ആഗ്രയിലെ സർക്കാർ ശാസ്ത്രജ്ഞൻ ഹെൻകിൻ ഇത് പരിശോധിച്ചു. സ്നാനഘട്ടങ്ങളിൽ 1 ക്യൂബിക് സെൻറ്റിമീറ്ററിൽ പല ലക്ഷം അണുക്കൾ ഉണ്ടായിരുന്നു. 6 മണിക്കൂറിൽ എല്ലാം ചത്തു. ഒഴുകുന്ന ജഡം അദ്ദേഹം കരയിലെത്തിച്ചു പരിശോധിക്കാൻ വേണ്ടി. ഹെൻകൻ കോളറ അണുവെള്ളത്തിൽ മുക്കി 6 മണിക്കൂറിൽ എല്ലാം ചത്തു ഈ അണുക്കൾ. അത് കഴിഞ്ഞ് ഒരു കിണർ വെള്ളം, അവിടുത്തെ കിണർ വെള്ളത്തിൽ കോളറ അണുക്കളെ കൊണ്ടുപോയിട്ടു. അപ്പോൾ 6 മണിക്കൂറിൽ അതൊക്കെ ഒരുപാട് വളർന്നു, ഇരട്ടിയായി. കിണർ വെള്ളത്തിൽ ഒരുപാട് അങ്ങ് വളർന്നു. ഗംഗയുടെ വെള്ളത്തിലാവുമ്പോൾ അത് ചത്തുപോവുകയും ചെയ്തു. എന്നിട്ട് ഈ യുഗങ്ങളായി ഹിന്ദുക്കൾക്ക് ഗംഗാജലം ശുദ്ധമാണെന്നുള്ള വിശ്വാസമുണ്ട്. ഈ കാര്യത്തിൽ ഹിന്ദുക്കളെ പല ആളുകളും പുച്ഛിക്കുകയും ചെയ്യും. ഇനി മുതൽ ആ പുച്ഛം മാറ്റിവെക്കാം. മാർക്ക് ട്വെയിൻ പറയണം. എന്നിട്ട് 1917 ഇനി മാർക്ക് ട്വെയിൻ പറയാത്ത കാര്യമാണ്. 1917 ഫ്രഞ്ച് കാനഡ ശാസ്ത്രജ്ഞൻ ഈ ഇന്ത്യ പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ചേർന്ന് ഇന്ത്യ നടത്തുന്ന ഒരു ഗവേഷണത്തിന് വന്നു ഇന്ത്യയിൽ. അപ്പോൾ അങ്ങേര് ഈ ഗംഗാജലത്തിൽ ബാക്ടീരിയോഫേജ് എന്ന് പറയുന്ന സൂക്ഷ്മാണുവിനെ കണ്ടെത്തി. ഈ ബാക്ടീരിയോഫേജുകൾ ബാക്ടീരിയയെ ആക്രമിക്കും. ഇവയാണ് അന്ന് ഹെൻകിൻ്റെ കോളിഫോം ബാക്ടീരിയയെ കൊന്നത്. ഈ ബാക്ടീരിയോഫേജുകളാണ് ഗംഗാജലത്തിൽ അടങ്ങിയിരിക്കുന്നത്. ഡി ഹെർവൽ, ജോർജ് എലൈവ എന്നിവർ ഈ വഴിയിലാണ് ആൻറ്റിബയോട്ടിക്കുകൾ കണ്ടുപിടിച്ചത്. മരുന്ന് ഫേജ് തെറപ്പി എന്ന് പറയുന്ന വഴിക്ക്. അപ്പോൾ ഗംഗയിൽ ഇവിടെ നിന്ന് ഇത്രയും ബാക്ടീരിയോഫേജുകൾ എത്തുന്നു എന്നറിയില്ല. പക്ഷെ അതൊരു എക്കോസിസ്റ്റമാണത്, എക്കോസിസ്റ്റമാണ്. അപ്പോൾ ലോകത്തിന് ഇങ്ങനെ ശുദ്ധീകരിക്കാനും ഒരു ക്രമമുണ്ട്. അതാണ് ഈ മാർക്ക് ട്വെയിൻ്റെ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന, അനുഭവത്തിൽ നിന്നും. അല്ല, അതുകൊണ്ടായിരിക്കണം പതിറ്റാണ്ടുകളല്ല, സഹസ്രാബ്ദങ്ങളായി വേണമെങ്കിൽ യുഗങ്ങളെന്നും പറയാം, ഈ ഗംഗ ഒരു വിമല നദിയാണ് എന്ന് പറയുന്നത്. കാരണം അവിടെ മുങ്ങിയാൽ സമസ്ത പാവങ്ങളും തീരും, മനുഷ്യന് മോക്ഷപ്രാപ്തി ഉണ്ടാകും. ചരിത്രത്തിന് മുമ്പേ ഉള്ള നദിയാണ്. അതെ, എഴുതിയിട്ടുണ്ട് ഇത്. അപ്പോൾ ജയാ ബച്ചനെ പോലെയുള്ള ആളുകൾക്ക് ഈ ഹിന്ദുവിൻ്റെ ഒരു മഹാസംഗമം നടക്കുമ്പോൾ അതങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇന്നും എൻ്റെ രാവിലെ ഒരാളെ വിളിച്ചു, ഞാൻ നാളെ കുംഭമേളയ്ക്ക് പോകുന്നു, എനിക്ക് അവിടെ ബന്ധപ്പെടാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ചില കോൺടാക്ട് നമ്പർ ഉള്ളത് കൊടുത്തു. പക്ഷേ അവരിൽ നിന്ന് വളരെ പരിമിതമായ സൗകര്യങ്ങളെ പ്രതീക്ഷിക്കാവുള്ളൂ. കാരണം അവരാരും ഒന്ന് നമ്മുടെ മഹാമണ്ഡലേശ്വര ആനന്ദവനം ഭാരതി സ്വാമിയാണ്. സ്വാമിക്ക് അവിടെ ഒരുപാട് ചുമതലകളുണ്ട്. അതുകൊണ്ട് നമ്മളവിടെ ചെന്നാൽ വിളിച്ചാൽ അത് എടുക്കണമെന്നില്ല, അത് എന്തെങ്കിലും തിരക്കിലായിരിക്കും. അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ടല്ലോ. പിന്നെ മാത്രമല്ല, അദ്ദേഹത്തെ പോലെ ഒരു വലിയ പദവിയിലിരിക്കുന്ന ആൾക്ക് വേറെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ അവിടെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുമ്പോൾ ശ്രമിച്ചു നോക്കുക എന്ന് വെച്ചിട്ട് ചില നമ്പറുകൾ നമ്മുടെ കയ്യിലുണ്ട്, കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നത്, ഇപ്പോഴും ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പോലും ആളുകൾ കുംഭമേളയ്ക്ക് പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. ഇനിയുണ്ടല്ലോ 2 ആഴ്ച അല്ലേ കഷ്ടിച്ചുണ്ട്. ശിവരാത്രി കഴിയുന്നത് വരെയുള്ള സമയത്ത് പോകാൻ വേണ്ടി ആളുകൾ വല്ലാതെ വ്യാകുലപ്പെടുകയും വ്യഗ്രതപ്പെടുകയും ഓടിപ്പോവുകയാണ് അങ്ങോട്ട്. അപ്പോൾ അവരെയൊക്കെ അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ വിറളിയെടുത്തിട്ടാണ് പറയുന്നത് ഗംഗ ഏറ്റവും മോശം നദിയാണ്, ഏറ്റവും അശുദ്ധമായ വെള്ളമാണ് ഗംഗയിലുള്ളതെന്നൊക്കെ നമ്മുടെ രാജ്യത്തെ പാർലമെൻറ്റിലെ അംഗങ്ങൾ പോലും പറയുക. അത് അവരുടെ നേതാവ് പോയി മുങ്ങിക്കുളിച്ചത് മറന്നുപോയിട്ട്. ഗംഗയിൽ മുങ്ങിക്കുളിച്ചിട്ട് ആരും മരിക്കില്ല, ശുദ്ധീകരിക്കുകയുള്ളൂ. പക്ഷേ അട്ടിമറി കൊണ്ട് മാത്രമേ അവിടെ കുളിക്കാൻ പോകുന്നവരെ കൊല്ലാൻ പറ്റൂ. അതെ, അത് നമ്മൾ കണ്ടതാണല്ലോ. ആ അട്ടിമറിച്ചവരതിൻ്റെ അറിയാൻ പോകുന്നതേ ഉള്ളൂ. അതവിടെ ഇരിക്കട്ടെ. ഏതായാലും ഗംഗ പിന്നീട് ഇപ്പം പൗരാണിക കാലം മുതൽ ഗംഗ ശുദ്ധമായ നദിയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പിന്നെ ഇടക്കാലത്ത് മനുഷ്യന് ചിലതൊക്കെ മാറ്റിമറിക്കാൻ പറ്റില്ല. മനുഷ്യൻ്റെ ദുരയുടെ ഭാഗമായി വ്യവസായശാലകൾ ഒഴുക്കുന്ന മാലിന്യങ്ങളൊക്കെ നദിയിൽ വന്ന് വീണപ്പോൾ ഈ ബാക്ടീരിയകളെ തിന്നുന്ന ബാക്ടീരിയകളൊക്കെ ചിലപ്പം
ക്ഷീണിച്ചിട്ടുണ്ടാവാം. പക്ഷെ അതിനെ മറികടക്കാനുള്ള വലിയ പദ്ധതിയാണ് നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം നമാമി ഗംഗ എന്ന് പറഞ്ഞ് നടത്തിയത്. അപ്പോൾ ഈ ആയിരക്കണക്കിന് കോടി രൂപ മുടക്കി ഗംഗാ നദിയെ പഴയ പവിത്രതയോടെ നിലനിർത്താനുള്ള പദ്ധതികളും കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്, വിശേഷിയ ഈ കുംഭമേളയ്ക്ക് മുമ്പും. അതുകൊണ്ട് കുംഭമേളയ്ക്ക് പോകുന്നു 45 കോടി ആളുകൾ വന്നവിടെ സ്നാനം ചെയ്യുന്നു എന്നതുകൊണ്ട് ഗംഗ ഒരിക്കലും മലിനമാവുന്നില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ഇന്നലെ വന്ന് അവിടെ സ്നാനം ചെയ്തിട്ട് പോയത്. അതിനു മുമ്പ് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് വന്ന വിഖ്യാതരായ ആളുകൾ, നമ്മുടെ ആഭ്യന്തരമന്ത്രി, ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി, മന്ത്രിസഭ മുഴുവൻ. 1954 രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദ്, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ഗോവിന്ദ് വല്ലഭ് പന്ത്, പണ്ട് അല്ല, അന്ന് ഞാൻ പറയാനുള്ള കാരണം, നെഹ്റു പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റു അവിടെ വന്നു ഈ മൗനി അമാവാസിക്ക് മുമ്പ് 1954. എന്നിട്ട് മുങ്ങിയില്ല, കൈ കഴുകിയതേ ഉള്ളൂ. അയാൾ വിശ്വാസിയല്ലല്ലോ, കമ്മ്യൂണിസ്റ്റ് ആണല്ലോ. പക്ഷെ ഏതായാലും അഖിലേഷ് പോയി മുങ്ങി. അഖിലേഷ് വസ്ത്രമില്ലാതെ തന്നെ മുങ്ങി, അതിന്റെ ചിത്രമൊക്കെ ഉണ്ട്. അപ്പോൾ ആ പ്രതിപക്ഷത്ത് നിന്ന് അഖിലേഷാണ് പോയതെന്ന് തോന്നുന്നു അല്ലേ? അഖിലേഷിന് അറിയാം ഗംഗ എന്താണ്, ഗംഗയെ നിന്ദിച്ചാൽ താൻ എന്തായി മാറും എന്ന് അഖിലേഷിന് നല്ല ബോധ്യമുള്ളത് കൊണ്ടുകൂടിയാണ് അഖിലേഷ് വന്നത്. അഖിലേഷിൻ്റെ പാർട്ടിയിലാണ് എന്നത് മറന്നിട്ടാണ് ജയാ ബച്ചനെ പോലെയുള്ള ഈ ലെഫ്റ്റിസ്റ്റുകളോ തീവ്ര ഇടത് ചിന്തയുള്ളവരോ സോഷ്യലിസ്റ്റാണല്ലോ, അല്ലെങ്കിൽ ഹിന്ദു വിരുദ്ധരോ ആയ ആളുകൾ ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് കുംഭമേളയ്ക്ക് പോകുന്ന ആരും ഭയപ്പെടേണ്ട. കണ്ണുനീർ തുള്ളിയെ നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ അതിൻ്റെ 1000 മടങ്ങ് ഗംഗയിലെ ജലത്തെ വിശ്വസിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.